കേരളത്തിൻ്റെ കെൽട്രോൺ അഭിമാനകരമായ രൂപത്തിൽ 1250 കോടി ടേൺ ഓവറുള്ള വലിയ സ്ഥാപനമായി കെൽട്രോൺ ഗ്രൂപ്പ് മാറിയിരിക്കുന്നു. 24 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ളത് ലാഭത്തിലേക്ക് വന്നു. കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇപ്പോൾ പ്രവർത്തനം മെച്ചപ്പെടുത്തി കഴിഞ്ഞു. സാർ, നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ഈ വ്യവസായങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് സാർ. എല്ലാം വളരെ പൂട്ടലിൻ്റെ ഭീഷണിയിലാണ്. അപ്പോൾ പുതിയത് നമുക്ക് കൊണ്ടുവരണം, പുതിയതിന് വേണ്ടിയുള്ള എല്ലാ ആക്ടിവിറ്റീസും നടത്തണം, പുതിയ ചാൻസ് നമ്മുടെ തലമുറകൾക്ക് കൊടുക്കണം. പക്ഷേ പണ്ട് മുതലേ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എത്ര സ്ഥാപനങ്ങൾ ഇപ്പോൾ തുറന്ന് അതേ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലാഭകരമാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി എടുക്കുമോ? ട്രാവൻകൂർ സിമെൻറ്റ്സ് ഒരു പ്രത്യേക കാര്യമായി കൂടി ഞാൻ ചോദിക്കും. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് മാറ്റുന്നതിനുള്ള ഒരു നല്ല ശ്രമം നടന്നിരുന്നു. സർക്കാരിൻ്റെ ഒരു വകുപ്പല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ശക്തിപ്പെടുത്തി ലാഭകരമാക്കി മത്സരക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞാൻ ഈ സഭയിൽ അഭിമാനത്തോടു കൂടി പറയുന്നു, കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇപ്പോൾ പ്രവർത്തനം മെച്ചപ്പെടുത്തി കഴിഞ്ഞു. 24 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ളത് ലാഭത്തിലേക്ക് വന്നു. നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങളുടെ നഷ്ടം കുറച്ചു, ടേൺ ഓവർ കൂടി. അതുപോലെ തന്നെ അതിനകത്ത് പുതിയ റിക്രൂട്ട്മെന്റ് നമ്മൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. കേരളത്തിന്റെ കെൽട്രോൺ അഭിമാനകരമായ രൂപത്തിൽ 1250 കോടി ടേൺ ഓവറുള്ള വലിയ സ്ഥാപനമായി കെൽട്രോൺ ഗ്രൂപ്പ് മാറിയിരിക്കുന്നു എന്നത് അഭിമാനകരമാണ്. ട്രാവൻകൂർ സിമെന്റ്സ് അങ്ങേക്ക് അറിയാവുന്നതുപോലെ കുറച്ച് പ്രതിസന്ധി നന്നായി ഉള്ള സ്ഥാപനമാണ്. അത് മെച്ചപ്പെടുത്തുമെന്നുള്ള പുതിയ MD-യെ വളരെ ട്രാൻസ്പെറൻ്റായി തന്നെ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലം അത് വിൽപ്പനയ്ക്കുള്ള ശ്രമം നടന്നിരുന്നു. അങ്ങയുടെ എല്ലാ ട്രേഡ് യൂണിയനുകളുടെ അനുമതിയോടുകൂടി അതിനകത്ത് കുറച്ച് മുന്നോട്ട് പോയെങ്കിലും കോടതിയുടെ നടപടികൾ മൂലം കുറച്ച് വൈകിട്ടുണ്ട്. അതിനകത്ത് പുതിയ മാറ്റങ്ങൾ, ആ സ്ഥലം കൂടി ഇപ്പോൾ ഉള്ള സ്ഥലം കൂടി ഉപയോഗിച്ചുകൊണ്ട് അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്.